ആറിനായിട്ട് റിലേഷൻഷിപ്പ് ഈ ഷറഫലിനായിട്ട് റിലേഷൻഷിപ്പ് ആവശ്യം ഒരു ടൂർ പോവാനോ അല്ലെങ്കിൽ വേറുള്ള ഇപ്പൊ പോവാനോ നമുക്ക് ഒരാളായിട്ട് റിലേഷൻഷിപ്പ് വേണമെന്നില്ല. അപ്പൊ അവനായിട്ട് വേറെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു, എന്നായിട്ട് വേറെ ഫ്രണ്ട്സുകളുണ്ട്. ഇപ്പൊ ഇവരിനായിട്ടൊക്കെ എനിക്ക് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടല്ല ഞാൻ പോയിരിക്കുന്നത്. പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇതാ എറണാകുളം ഇന്റർവ്യൂസിന് വന്നു. ഇതുപോലെ എനിക്ക് ഓരോരോ ഭാഗത്ത് ചിലപ്പോ പ്രൊമോഷൻ വർക്ക്, കൊളാബ്സ് അങ്ങനത്തെ ചെയ്യാൻ ചിലപ്പോൾ ഞാൻ പോവേണ്ടി വരും. ആ ടൈമിലൊക്കെ എനിക്ക് അവരുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ട് വേണ്ട എനിക്ക് പോവാന്. ഇവൻ എന്റെ ഫ്രണ്ടാണ്. ഇവര് ഓൾറെഡി വയനാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇവര് പോണോണ്ട് ഇവരുടെ കാറിൽ ഞാൻ പോയിന്നുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയുക, ഷാജിദ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഷാജിദ മഴവിൽ കേരളത്തിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഷാജിദ ഇവിടെ പറയുന്നത് കേട്ടു, ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പ്രൊമോഷൻ വീഡിയോ അതിനൊക്കെ ആയിട്ട് എനിക്ക് പലയിടത്തും പോവേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയത്. അതിന് കറങ്ങാൻ പോയി എന്നൊക്കെ വരുത്തി തീർത്തു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഷാജിദയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആരാണ് കറങ്ങാൻ പോയെന്ന് പറയാനുള്ള കാരണം? നീയല്ലേ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടതിൻ്റെ പുറത്തല്ലേ ആളുകൾ അത് ഏറ്റെടുത്തതും അതിനെക്കുറിച്ച് പ്രതികരിച്ചതും. പിന്നെ ഈ കമൻ്റ് ഇടുന്നവരുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ നീ തന്നെയാണ് ആ ഒരു വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടത്. പിന്നെ പറയുന്നുണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ പോകുന്നുണ്ടല്ലോ, അവരെ ഒന്നും പറയുന്നില്ലല്ലോ. അവർ ഫാമിലിയത്തെ ആരെങ്കിലും കൂട്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ കൂടെയാണ് അവർ പോകുന്നത്. അതുപോലെ തന്നെ അവർ ഇങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നില്ല. ഞാനിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ്, ഇന്ന ആളുടെ കൂടെ പോയത്, അങ്ങനെയുള്ള വീഡിയോകളൊന്നും എടുത്തിട്ട് അവർ പബ്ലിഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കത് പ്രശ്നങ്ങളും വരുന്നില്ല. നീ തന്നെ ഓരോ ഇൻ്റർവ്യൂവിലും ഓരോ ഇതിലും വന്നിട്ട് പൊട്ടത്തെറ്റുകൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, എന്നെ മാത്രം എന്തിനാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലാതെ ആണോ ഞാൻ അങ്ങനെ പോയെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കുറച്ച് വീഡിയോയും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. നിയമത്തിന്റെ സഹായം തേടുമോ ഇനി? അല്ല, നിയമത്തിന്റെ സഹായം പറഞ്ഞാൽ ഈ സർഫലിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ട്രാപ്പിൽ കുടുക്കി, ഹണി ട്രാപ്പ് കാര്യങ്ങൾ, അത് എനിക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ നാട്ടിൽ വരികയാണെങ്കിൽ അവനായിട്ട് മുന്നോട്ട് പോകാനും, കാരണം അവനെ ഇനി അതിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ സംസാരിപ്പിക്കാനുള്ള ഒരു സംഭവത്തിൽ നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവരാത്തത്? ഞാൻ മേടിച്ചു എന്നുള്ളതിനെ തെളിവ് പറഞ്ഞാല്, ഞാനിപ്പോ ഒരു ജ്വല്ലറിന്ന് ഒരു ഗോൾഡ് എടുക്കണെന്ന് പറഞ്ഞാല് ഇപ്പൊ അതിനൊരു തെളിവ്, അതിലുള്ളൊരു തെളിവ് എനിക്ക് ഉണ്ടാക്കണമെന്നില്ല. പക്ഷെ എനിക്കിപ്പോ ഇയാളുടെ ക്യാഷ് ഞാൻ തിരിമറി ചെയ്തതിനുള്ള തെളിവ് പറഞ്ഞാൽ എന്റെ എളാമാന്റെ മോനാണ്, അവനിക്ക് ഞാൻ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള തെളിവൊക്കെ എന്റെ അക്കൗണ്ടിലുണ്ട്, അയച്ചു കൊടുത്ത ക്യാഷും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇനി ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുന്നില് ഇത്തയുടെ ഒരു ക്യാരക്ടറിനെയാണ് അവര് ബ്ലെയിം ചെയ്യുന്നത് എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഈ എന്താ പറയാ, ഒരാളെ കുറിച്ച്, ഒരു വ്യക്തിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയാണ്ട് ഇപ്പൊ ഞാനൊരു കാര്യം ഇട്ടു, അതിനെ ഞാൻ നാളെ മാറ്റി പറയണ്ട. അപ്പൊ ഇതിന്റെ പിന്നാലെ നടന്ന് വീഡിയോ ചെയ്യാണ്ട് അവനവനിക്കുള്ള കണ്ടന്റ് അല്ലെങ്കിൽ വേറെ ഒരു നല്ല ഒരു വ്യക്തമായിട്ടുള്ള കണ്ടന്റ് കിട്ടിയതിനു ശേഷം ഒരു വീഡിയോ ചെയ്യണം. അല്ലാണ്ട് മോശമായിട്ട് ഇപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി എന്നുള്ള ഒരു ഊഹം വെച്ചിട്ട് വീഡിയോ ചെയ്യാണ്ടിരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നെക്കാട്ടി മോശമായിട്ട് അവരാണ് ചെയ്യുന്നത്, അല്ലേ? അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ പറയാനുള്ളത്, പെട്ടെന്ന് ഒരാളുടെ ഒരു വീഡിയോ, റിയാക്ഷൻ വീഡിയോ എടുത്ത് ചെയ്യുമ്പോ ഒന്നിന് ഒരു 100 വട്ടം ആലോചിക്കുക, അത് ചെയ്യണോ, ഇതിപ്പോ ചെയ്യണോ, അല്ലെങ്കിൽ ഇതൊരു 1 വീക്ക് കഴിഞ്ഞ് വേറെ വീഡിയോ വരുമോ എന്നൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം. അല്ലാണ്ട് ഒരു ഷോട്ട് ഇടുമ്പോഴേക്കും അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പെട്ടെന്നൊരു വീഡിയോ ഇന്ന് തന്നെ ഇടണം എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തണ്ട. ചിലപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യും, ആ ഷോട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്തായി, ഇവരുടെ വീഡിയോ ഇങ്ങനെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നില്ലേ? പിന്നെ ഈ പറഞ്ഞ നാളെ ഇവര് തിരുത്തി പറയണ്ടേ? അപ്പൊ ഇവർക്ക് തന്നെ മനസ്സിലാക്കാം അവരുടെ റിയാക്ഷൻ വീഡിയോസ് എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ. അപ്പോ ഇന്നൊരു കുട്ടി എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഞാൻ പറയാം. ഒരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് ഇതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുള്ള ആളാണ്. പക്ഷെ അവള് കല്യാണം കഴിക്കാത്തൊരു ചെക്കനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വയസ്സുകൊണ്ടല്ല ഒരാളിനെ നമ്മള് കണക്കാക്കുന്നത്, നമ്മളൊരു മെച്ചെടുത്തവനെയും 20
ഈ കാര്യങ്ങൾ എനിക്ക് ഷാജിദയോടാണ് പറയാനുള്ളത്. അത് ഇതാണ് റിയാക്ട് ചെയ്യുന്നവർ ആ ഓരോരുത്തരുടെയും ഇതായിട്ട് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം, അല്ലാതെ നിൻ്റെ പുറകെ നടന്നിട്ട് നിന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഇരിക്കുമൊന്നുമല്ല. അപ്പോൾ അതൊരു കാര്യം മനസ്സിലാക്കണം. നീ തന്നെയാണ് വന്നിട്ട് പൊട്ടത്തെറ്റുകൾ ഓരോ ഇൻ്റർവ്യൂവിൽ ഓരോ ഇതിലും വന്നിട്ട് പറയുന്നത്, അല്ലാതെ ആരും റിയാക്ട് ചെയ്യുന്നവർ അവരുടെ ഇതിലെടുത്ത് ചെയ്യുമൊന്നുമില്ല. അപ്പോൾ എന്താണ് അപ്ഡേറ്റ്സ് എന്തിനാണ് പറയുന്നത്? അപ്പോൾ വീഡിയോസുകൾ എടുത്ത് ചെയ്യാനാണ് റിയാക്ട് ചെയ്യുന്നവർ ഇരിക്കുന്നത്, അല്ലാതെ എന്താണ് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അതിലെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടല്ല ആളുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞ് എന്താണ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ ഒരു ന്യൂസ് ചാനലുകളിലൊക്കെ വരുന്നത്. ആ മരിച്ച ആ സമയത്ത് തന്നെ ആ ന്യൂസിൽ വരില്ല. അതുപോലെ തന്നെ ഓരോ ന്യൂ അപ്ഡേഷനുകൾ വരുന്ന സമയത്ത് റിയാക്ട് ചെയ്യുന്നവർ അതെടുത്ത് റിയാക്ട് ചെയ്യും. അത്രേ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതിന് റിയാക്ട് ചെയ്യുന്നവർ ഒരു കാര്യം അറിയാതെ അത് എടുത്തിടുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഷോർട്സ് എങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്? മൈ ലവ് എന്ന് പറഞ്ഞിട്ട് ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നീ ഒരു ഭർത്താവില്ലാത്തൊരു സ്ത്രീയാണ്. അപ്പം നീ അങ്ങനെ ഇടുന്ന സമയത്ത് ആളുകൾ അതേ വിശ്വസിക്കുള്ളൂ, നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. പിന്നെ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് തന്നെയാണ് നീ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾ അത് ഏറ്റെടുക്കും, അത് പ്രതികരിക്കും. ഒരാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് വേറൊരാൾ പ്രതികരിക്കും. അങ്ങനെ അത് ഒരുപാട് ആളുകളിലേക്ക് പോകും. അപ്പോൾ നീ ചെയ്ത തെറ്റ് മറ്റുള്ളവർ പ്രതികരിക്കുന്നവന് റിയാക്ഷൻ ചെയ്യുന്നവരുടെ തലക്കെടുത്ത് ഇട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല ഷാജിദ. നീയായിരുന്നു എല്ലാം മനസ്സിലാക്കേണ്ടിയിരുന്നത്. നിൻ്റെ ഭാഗത്താണ് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയത്, അല്ലാതെ ഈ കമൻ്റ് ഇടുന്നവരെയോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നവരെയോ ഒന്നും പഴി പറഞ്ഞിട്ടോ അവരെ കുറ്റപ്പെടുത്തിയിട്ടോ യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കുറച്ചുകൂടി ശ്രദ്ധിച്ച് നീ കൈകാര്യങ്ങൾ ചെയ്തതാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പല കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി പറഞ്ഞതാണെങ്കിൽ ഇന്ന് ഈ ഒരു പ്രശ്നം നീ നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് വിളിച്ചു കൂവിയ സമയത്ത് തന്നെയാണ് നിനക്ക് ഇത്രയും കാര്യങ്ങൾ വഷളാക്കി ഇങ്ങനെയും പ്രശ്നങ്ങൾ ആക്കി കൊണ്ടുവരേണ്ടി വന്നത്. അല്ലാതെ ആരും സ്വയം ഒന്നും പറയേതാവൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഓരോ കമൻറ്റുകൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിനക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമൻസുകളാണ് ഇപ്പോൾ ഓരോന്നിലും വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ അത്രയ്ക്ക് മാത്രം ആളുകൾ നിന്നെ വെറുത്ത് കഴിഞ്ഞു. എന്താ വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നീ ഓരോ ഭാഗത്തും വന്ന് പൊട്ടത്തെറ്റുകൾ പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും എല്ലാ കാലം എല്ലാവരും അത് അംഗീകരിച്ച് തരണമെന്നില്ല. കുറേയൊക്കെ കേൾക്കുന്ന സമയത്ത് ആളുകൾ അത് പ്രതികരിക്കും. അതുപോലെ തന്നെ റിയാക്ഷൻ ചെയ്യുന്നവർ തെറ്റുകുറ്റങ്ങളൊന്നുമല്ല വിളിച്ച് പറയുന്നത്. നീ ചെയ്ത കാര്യങ്ങൾ അതിലെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നീ വേറെ ഇപ്പോൾ പറഞ്ഞാലേ പിന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാലേ പിന്നീട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തവർ അതിൻ്റെ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ ഇടും. അങ്ങനെ അത് റിലേറ്റ് ചെയ്ത് അതങ്ങനെ വലിയൊരു ഇതായിട്ട് മാറും. അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരും റിയാക്ട് ചെയ്യുന്നവരുടെ തലയ്ക്ക് കയറിയിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ഇടുന്നവരുടെ മെക്കിട്ട് കയറിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. പിന്നെ എന്താണ് ഓരോ വീഡിയോ ഇടുമ്പോൾ അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് പല തമ്പനെയിലുകളും അവരിടും. അത് നീ ഓരോന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് മാത്രമാണ് അവരത് അങ്ങനെ അത്രയ്ക്ക് മാത്രം അത് കൂട്ടി അവർ ഇടുന്നത്. അല്ലാതെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഒരു ഇത്. നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയുമ്പോൾ സൂക്ഷിക്കുക, അത്രമാത്രം ശ്രദ്ധിക്കുക. നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് എല്ലാം വന്ന് പറയുന്ന സമയത്ത് ഒരുപാട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ 1 or 2 പേര് കാണുന്നതല്ലല്ലോ, ഒരുപാട് ആളുകൾ കാണുന്നതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഓരോ കാര്യങ്ങളും വന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തുമ്മിയാലും എന്താ പറയുക ചുമച്ചാലും എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയ അത് വലിയ രീതിയിലാണ് അത് ഇതാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അത് പല ആളുകളിലേക്ക് വരുന്ന സമയത്ത് അത് പല രീതിയിലും പല ഇതായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.